ഉറുഗ്വേ നാഷണൽ ടീം ഈ ഫിഫ വേൾഡ് കപ്പിൽ സൗത്ത് അമേരിക്കയിലെ വമ്പന്മാരായ ഉറുഗ്വേ മാത്രമാണ് റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈ ആവാതെ പുറത്തായിരിക്കുന്നത്. അപ്പൊ എന്താണ് ശരിക്കും അവർക്ക് സംഭവിച്ചത്? നമുക്കറിയാം, എഡിസൺ കവാനി, ലൂയിസ് സോയർസ് പോലത്തെ ഒരു ടോപ്പ് സ്ട്രൈക്കേഴ്സിനൊക്കെ ലോകത്തിന് സമ്മാനിച്ച ഒരു രാജ്യമാണ് ഉറുഗ്വേ. അവരെ കളി പോട്ടെ, അത്രയില്ലെങ്കിലും സൗത്ത് അമേരിക്കയിൽ ഇപ്പോഴും എന്താ പറയാ, നമ്മള് ബ്രസീൽ അർജന്റീന കഴിഞ്ഞാൽ ഉറുഗ്വേനാണ് ആദ്യം എല്ലാവരും ഓർക്കുക. കാരണം 2 ലോക കിരീടങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഫിഫ വേൾഡ് കപ്പ് 2 വട്ടം അവർ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യ ഫിഫ വേൾഡ് കപ്പ് നേടിയ രാജ്യം. ഇങ്ങനെ കുറെ റെക്കോർഡുകൾ കയ്യിലിരിക്കുന്ന ഒരു രാജ്യം. അപ്പൊ അവര് ഫുട്ബോളിൽ ഇത്തിരി മോശമാകുമ്പോ എല്ലാവരും അത് എന്താന്ന് കൃത്യമായി ആലോചിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എന്തുകൊണ്ടാണ് ഉറുഗ്വേ നാഷണൽ ടീമിന് എന്താണ് അവർക്ക് ഇപ്പൊ സംഭവിച്ചത്. റൗണ്ട് ഓഫ് 32ലേക്ക് അവർ മാത്രമാണ് ഈ വട്ടം ക്വാളിഫൈ ചെയ്യാത്തത്. ബാക്കി അവർ കൂടെ വന്ന അർജന്റീന ആവട്ടെ, ബ്രസീൽ ആവട്ടെ, ഇനി എന്തിനു പറയണം, ഇക്വഡോർ, എല്ലാവരും, കൊളംബിയ, എല്ലാവരും കയറിയിരിക്കുന്നു. പാരഗ്വേ, ബാക്കി വന്ന 5 രാജ്യങ്ങൾ കയറിയിരിക്കുന്നു. ഇവര് മാത്രം പുറത്തായിരിക്കുന്നു. ഉറുഗ്വേ എന്താണ് അവർക്ക് പറ്റിയത്? അവർക്ക് യൂറോപ്പിൽ കളിക്കുന്ന ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും അവരാരും ഫോമില്ലായ്മ അല്ലെങ്കിൽ കോച്ചിങ് തന്ത്രം ശരിയല്ലേക്കാം. ഇതിലെന്തെങ്കിലും ഒന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്കറിയാം, അവരെ കോച്ച് മാർസലോ ബിയൽസ 2023 മുതൽ അദ്ദേഹമാണ് അവരെ കോച്ച്. അർജന്റീൻ താരാണ്, മുൻ കോച്ചാണ് ആള്. അപ്പൊ 2023 മുതലാണ് അദ്ദേഹം ഉറുഗ്വേ ടീമിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ 3 വർഷമായിരിക്കുന്നു. ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 3 വർഷം മുമ്പേ ഉറുഗ്വേ താരത്തിനെ നിയോഗിക്കുകയായിരുന്നു. വെറ്ററിയൻ കോച്ചാണ്, കുറച്ച് പ്രായമൊക്കെയുള്ള ആളാണ്. പക്ഷെ ആളുടെ ടാറ്റിക്സിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഉറുഗ്വേ നാഷണൽ ടീം എന്താ പറയാ ലോകകപ്പിന് ഒരുക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ടാറ്റിക്സ് വേൾഡ് കപ്പിൽ മൊത്തം പതറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. ശരിയാണ്, അവരെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇത്തിരി ടൈറ്റ് മത്സരങ്ങളൊക്കെ വരാൻ സാധ്യത. കാരണം സ്പെയിനായിട്ട് എന്തായാലും സ്പെയിന്റെ നിലവാരം നമുക്കറിയാം. വേൾഡ് ചാമ്പ്യന്മാരെ വെയിറ്റ് യോഗ്യതയുള്ള എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ടീമാണ് ഇപ്പൊ സ്പെയിൻ. അപ്പൊ അവരുള്ള ഗ്രൂപ്പിലാണ് ഉറുഗ്വേ പോയി പറ്റുന്നത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ബാക്കിയുള്ള ടീമുകളെ നോക്കുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള സൗദി അറേബ്യയൊക്കെയാണ് അവർക്ക്. പിന്നെ ആഫ്രിക്കൻ രാജ്യമൊക്കെയാണ് അവര് എന്താ പറയാ അവരുടെ കൂടെ കളിക്കാനുള്ള ടീമുകൾ, കബോ വെർദെയൊക്കെ. അപ്പോ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ സിമ്പിളായിട്ട് 2ാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്ത് ക്വാളിഫൈ ചെയ്യാവുന്നുള്ളൂ ഉറുഗ്വയ്ക്ക്. എല്ലാവരും അങ്ങനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർ സ്ട്രൈക്കർ, ഒന്നാമത് തന്നെ അവർ സ്ട്രൈക്കർ ഡാർവിൻ ന്യൂനസ്, പുള്ളി ഭയങ്കര മോശം ഫോമിലൂടെയാണ് കിടന്നുള്ളൂ. പുള്ളി ഒരു ഗോള് നേടാൻ സാധിച്ചിട്ടില്ലേ? നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഈ 3 മത്സരങ്ങളിൽ നിന്ന് ഉറുഗ്വേ ആകെ കൂടി നേടിയേക്കുന്ന ഗോള് 3 ഗോളാണ്. 3 മത്സരങ്ങളിൽ നിന്ന് ഉറുഗ്വേ നേടിയിരിക്കുന്നത്. വഴങ്ങിയിരിക്കുന്ന ഗോളിന്റെ എണ്ണം 4 ഗോൾ വഴങ്ങിയിരിക്കുന്നു. -1 ആണ്. എന്ന് വെച്ചാൽ ഗോൾ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ വഴങ്ങിയിരിക്കുന്നു. അവർ സ്ട്രൈക്കർ ന്യൂനസ് തീരെ ഫോമില്ല എന്ന് പറഞ്ഞാൽ തീരെ ഫോമില്ല. ആ കൂടി അവർക്ക് ഈ വട്ടം മിന്നും താരമായി അവരെ ഏറ്റവും ടോപ്പായി കളിച്ചത് വേറെ ആരുമല്ല, അറൗജോ. അവരെ മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലൊക്കെ കളിക്കുന്നത് ആരാണ്? അറൗജോ നമുക്കറിയാം. ഇപ്പോ എന്താ പറയാ, അത്ര നല്ല ഫോമിലല്ല താരം വന്നിരുന്നു വേൾഡ് കപ്പിന്. പക്ഷെ വേൾഡ് കപ്പിലാണ് മിന്നിക്കത്തി. വേൾഡ് കപ്പ് ഇപ്പൊ സ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ അവിടെ അധികം കളിച്ചിരുന്നില്ല. പക്ഷെ വേൾഡ് കപ്പിലാണ് മിന്നിക്കത്തി. ആളാണ് ആകെ കളിച്ചത്. പിന്നെ മിഡ്ഫീൽഡ് എടുത്ത വാൽവർട്ടെ, റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരക്കിയ വാൽവർട്ടെ രാജ്യാന്തര മത്സരം വന്നപ്പോൾ വളരെ വീക്കായി പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഉഗാർത്തെ, അദ്ദേഹം സ്പെയിന്റെ പല കളി റെഡ് കാർഡ് മേടിച്ചു. അദ്ദേഹം തീരെ നിറമങ്ങിപ്പോയി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒക്കെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒക്കെ കളിക്കുന്ന ഒരു താരമാണ്. പക്ഷെ ഭയങ്കര ഫോമില്ലായി, മറ്റേ പീക്കാണ്. ഉള്ള കാര്യം പറയണല്ലോ. അദ്ദേഹം റെഡ് കാർഡൊക്കെ മേടിച്ച് പോയി 10 പേരായിട്ടാണ് സ്പെയിന്റെ ഒപ്പം ഇന്നലെ കളിക്കേണ്ടി വന്നത് ഉറുഗ്വേ. അതും ഇത്തരം ഒരു മേജർ മത്സരത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, ജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരത്തിൽ. പിന്നെ ബെന്റാക്കോ, ടോട്ടൻ ഹോസ്പൂറിന്റെ മിന്നും താരം മിഡ്ഫീൽഡർ. ബെന്റാക്കോറൊക്കെ വെറും ഈ വട്ടം എന്താ പറയാ ഒരു പ്ലെയർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ടീമിന് വേണ്ടി ഒരു യൂസ്ഫുള്ളും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം പറഞ്ഞ ഉറുഗ്വേ ടീമിനെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനിയിപ്പോ അവർ ഡിഫൻസിൽ ഒലിവേറ, നമുക്കറിയാം സെൻട്രൽ ബാക്ക് ആയിട്ട് കളിച്ചിരുന്ന താരാണ്. ഒലിവേറ ഞപ്പോളിക്ക് വേണ്ടി സീരിയ ക്ലബ്ബ്, ഇറ്റാലിയൻ ക്ലബ്ബ് ഞപ്പോളിക്ക് വേണ്ടി സൂപ്പറായി കളിക്കുന്ന താരാണ്. പക്ഷെ ഉറുഗ്വേക്ക് വേണ്ടി വന്നപ്പോ താരത്തിന്റെ മികച്ച പ്രകടനം ഒന്നും തന്നെ താരം പുറത്തെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സെൻട്രൽ ബാക്ക് കാസറസ്, അദ്ദേഹം അമേരിക്കൻ ലീഗിൽ കളിക്കുന്ന താരമാണ്. പക്ഷെ അദ്ദേഹത്തിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള താരമാണ്. അപ്പം ഭയങ്കരമായി കോച്ച് ആശ്രയിച്ചിരുന്നു അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹവും നിറമങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ലെഫ്റ്റ് ബാക്ക് എടുത്തേന വരേല, ഫ്ലെമിംഗോരെ സൂപ്പർ താരമാണ്. സോറി, റൈറ്റ് ബാക്ക് ആണ്. റൈറ്റ് ബാക്ക് വരേല ഫ്ലെമിംഗോരെ സൂപ്പർ താരമാണ് ബ്രസീലിയൻ ലീഗിൽ. പക്ഷെ ഇവിടെ നിറം മങ്ങിയ പ്രകടനമാണ് താരം പുറത്തെടുത്ത. ഒരു മുന്നേറ്റം പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ലെഫ്റ്റ് ബാക്കായി കളിച്ചിരുന്ന ഇവാന, എന്താ പറയാ, ഇവനെയും ഭയങ്കര മോശം ഫോമിലൂടെ. എന്താ പറയുക, മൊത്തത്തിൽ ആ ടീം, എനിക്ക് മാനേജ്മെന്റിന്റെ കുഴപ്പമാണോ കോച്ചിങ്ങിന്റെ പ്രശ്നമാണോ അതോ
പ്ലെയേഴ്സ് ഫോം ഔട്ടാണെന്ന് മനസ്സിലാവണില്ല. ആരും തന്നെ കളിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ആ കൂടി കളിച്ചിരുന്ന ഒരാൾ അറൗജോ മാത്രമാണ് മിന്നി കത്തി കളിച്ചുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാവരും വെറും എന്താ പറയാ എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഉറുഗ്വേയെ പോലത്തെ ഒരു രാജ്യത്തിൽ നിന്ന് ഒരിക്കലും ഇതെല്ലാവരും പ്രതീക്ഷിക്കണേ. അതും 2 ലോക കിരീടങ്ങൾ കയ്യിലുണ്ട് രാജ്യം. ഇങ്ങനെ ഫുട്ബോൾ അവരവിടെ അധപതിച്ച് പോയതിൽ വിഷമം തോന്നുന്നു സത്യത്തിൽ. 2030 വേൾഡ് കപ്പിനെങ്കിലും അവർ തിരിച്ചു വരട്ടെ. അവരുടെ മാനേജറെ മാറ്റും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്, കൺഫേം ആണ്. കാരണം അദ്ദേഹത്തിന് പ്രായമായി ഒന്നാമത്, പിന്നെ റൗണ്ട് ഓഫ് 32 പോലും കാണാതെയാണ് പുറത്തായിരിക്കുന്നത്. എന്തായാലും മാനേജറെ പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണ്. എനിവേ നമുക്ക് നോക്കാം, 2030 ഉറുഗ്വേ ഫുട്ബോൾ തിരിച്ചു വരണം. കാരണം അവര് ശക്തിയാണ്. സൗത്ത് അമേരിക്കൻ വമ്പന്മാരാണ്. അർജന്റീന ബ്രസീൽ കഴിഞ്ഞ വമ്പന്മാർ അവരാണ്. അപ്പൊ അവരുടെ തിരിച്ചുവരവ് സൗത്ത് അമേരിക്കയ്ക്ക് ഒരു ഊർജ്ജം നൽകുന്നതാണ്. നമുക്ക് നോക്കാം അടുത്ത വർഷം ലോകകപ്പിൽ അവര് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്.